ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. കുറച്ചധികം ദിവസമായി വീഡിയോ ഇട്ടിട്ട് കല്യാണത്തിൻ്റെ വീഡിയോ ഇടാന്ന് പറഞ്ഞ് മുങ്ങിയതാണ് ഞാൻ. കല്യാണങ്ങളും ട്രിപ്പും അങ്ങനെയൊക്കെ കൂടിയായിട്ട് ഫുൾ ബിസി ആയിരുന്നു. ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. സോ വെൽക്കം ടു അവർ കല്യാണ തലേന്ന് ആൻഡ് പിറ്റേന്ന് വ്ളോഗ്. പാട്ട് കേട്ടപ്പോൾ നമ്മളെ ചെക്കൻ ഓണായി. ഫുൾ സ്റ്റെപ്പ് ഇടലായിരുന്നു. പിന്നെ അതിനെ പിടിച്ചു നിർത്താൻ കുറച്ച് പണിയാണ്. പിന്നെ ഓരോ തലക്കൽ ഫോട്ടോ എടുക്കൽ, ഫാമിലി ഫോട്ടോ എടുക്കൽ, കസിൻസ് ഫോട്ടോ എടുക്കൽ, ഫ്രണ്ട്സ് ഫോട്ടോ എടുക്കൽ, അങ്ങനെ ഫുൾ ഫോട്ടോ എടുക്കലായിരുന്നു. ഞാനാണെങ്കിൽ എപ്പോഴാണ് ഫുഡ് കഴിക്കാൻ നോക്കിയിരിക്കും. എനിക്ക് തലേന്നത്തെ ആ ഒരു നെയ്ച്ചോറ്, ചിക്കൻ കറി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ അടുക്ക് ആദ്യം ഓൻ്റെ ഇമ്മമാൻ്റെ കൂടെ ഇരുന്നാണ്ട് ഫുഡ് കഴിച്ചു. ഒരു സൈഡിൽ ഫുഡ് കഴിക്കുമ്പോഴും അവിടെ നമ്മളെ ഫോട്ടോ എടുക്കലൊന്നും തീരുമാനമായിട്ടില്ല. അവിടെ പിന്നെയും ഫോട്ടോ എടുക്കുന്നുണ്ട് കുറേ ആൾക്കാർ. പിന്നെ അവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ അയൽവാസി പാട്ട് പാടി, നമ്മളെ ഫാമിലിത്തെ കുറേ ആൾക്കാർ പാട്ട് പാടി. പിന്നെ രാത്രി ആയപ്പോൾ ചെക്കൻ സർപ്രൈസ് ആയിക്കാണ്ട് പെണ്ണിനെ കാണാൻ വന്നു. പെണ്ണ് സർപ്രൈസ് ആയിട്ടോ. പെണ്ണ് സർപ്രൈസ് ആയി. പെണ്ണ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പുതിയാപ്പിളിനെ അങ്ങനെ കണ്ടപ്പോൾ. പിന്നെ പുതിയാപ്പിള വന്ന് പൂ കൊടുത്തു, പെണ്ണിനെ പിടിച്ച് കറക്കി. അതൊക്കെ ഇനോട് പിന്നെ പരിപാടികൾ. മോളിലേക്ക് മാങ്ങ താഴേക്ക് ചെളികുത്ത്, മാങ്ങ ചെളികുത്ത്, മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവും. അങ്ങനെ രാത്രികത്തെ മാങ്ങവറിയും ചളികുത്തൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ടൊന്നുമില്ല. നേരത്തെ രാവിലെ നീച്ചൊരു 3:30-4 മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്തു. ലെൻസ് വെച്ചത് കണ്ട. പക്ഷെ അത് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് ഒഴിവാക്കി. ഒരു കണ്ണിന് ഇറിറ്റേഷൻ, ഒരു കണ്ണിന് ഒരു കുഴപ്പമില്ല. പിന്നെ അവിടെ ചക്കനും മണ്ണും ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായിനി. അതിൻ്റെ ഇടയിൽ ഞങ്ങളെ ഫോട്ടോസൊക്കെ എടുക്കണ്ടേനി കേട്ടോ. അതിനെ കൂട്ടിയിട്ടാണ് പോയത്. പക്ഷെ ആള് ഭയങ്കര ഉറക്കം. ഒരു ഫോട്ടോ ഒക്കെ ഒന്നും കിട്ടിയില്ല. ലാസ്റ്റാണ് കിട്ടിയത്. എനിക്കാണ് യോൻ്റെ കൂടെ നല്ലൊരു ഫോട്ടോ കിട്ടി. പിന്നെ ഞാൻ ലച്ചുവിനെ പിടിച്ച് പല വീഡിയോ എടുക്കാൻ പറഞ്ഞു കൊടുക്കിനെ. അങ്ങോട്ട് തിരി, ഇങ്ങനെ വെക്ക്, കൈ ഇങ്ങനെ വെക്ക്. കുട്ടി കുറച്ചേരം കഷ്ടപ്പെട്ടുകണു. പക്ഷെ എന്നാലും പറയണ പോലൊക്കെ ചെയ്തിട്ടോ. നല്ല അടിപൊളിയായിട്ട് ആത്മാർത്ഥതയോടെ എല്ലാതും ചെയ്തിക്കണം. പിന്നെ ഞാനും കുറച്ച് ഫോട്ടോസും വീഡിയോസ് അധികം എടുത്തിട്ടില്ല. സെൽഫി വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ എത്തി. അപ്പോൾ അവിടെ മിററൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അധികം ആൾക്കാർ വരുന്ന മുന്നേ തന്നെ ഞങ്ങളെ ഫാമിലി ഫോട്ടോസ് മുഴുവൻ ഓരോരോ തലയായിട്ട് എടുത്തോണ്ടിരിക്കേനി. അപ്പോൾ ഇതാണ് ഓള് പെണ്ണിന്റെ ഫാമിലി. പിന്നെ റുക്കുതാത്താനെ കണ്ടു. പൊന്നാണി പോയ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇവരെ വീട്ടിലേക്കാ പോയത്. എന്തൊക്കെയോ വന്ന് തള്ളുണ്ടാവും. അതിൻ്റെ ആക്കണ്ടാവും. പിന്നെ മുട്ടിപ്പാട്ടൊക്കെ ഉണ്ടായിട്ടാ. പിന്നെ എനിക്ക് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ചെക്കൻ വന്നപ്പോഴാണ് പിന്നെ വീഡിയോ എടുത്തത്. തന്നെ എൻ്റെ ഫ്രണ്ട് എടുത്തതാണ്. കാരണം നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും ആലോചിക്കൂലല്ലോ. അപ്പൊ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ചെക്കൻ്റെ എൻട്രി ഫുള്ള് ചങ്ങായിമാരെ അടിച്ച് പൊളിച്ച് അടിപൊളി കണ്ടേനു. കൈയൊക്കെ കൊട്ടി പാട്ടൊക്കെ പാടി. പിന്നെ ഓലെ ഫോട്ടോ എടുക്കലൊക്കെ ഇനി കുറച്ച് നേരത്തിന്. അപ്പോത്തിന് നമ്മൾ പെണ്ണിന്റെ എൻട്രിക്കും വേണ്ടിയിട്ട് റെഡിയായി. പെണ്ണിന്റെ എൻട്രി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെ പൂത്തിരിയൊക്കെ പൊട്ടും. ഈ വീഡിയോ ഭയങ്കര ലെങ്ത് കുറവായി കാരണം എൻ്റെ അടുത്ത് ആകെ ഇത്ര ക്ലിപ്സ് മാത്രമേ ഉള്ളൂ ഞാൻ കല്യാണത്തിന് എടുത്തത്. പിന്നെ ആ പോപ്പർ പൊട്ടി. അങ്ങനെ കൈ പിടിച്ച് കയറ്റി പുതിയാപ്പിള. പിന്നെ ഒരു കറക്കൊക്കെ കറങ്ങി. അത് കഴിഞ്ഞ് എല്ലാ കല്യാണത്തിൻ്റെ അൾട്ടിമേറ്റ് പോസായി കണ്ട് ആ പോസ് ഓരിട്ടുകാണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോഴും മുട്ടിപ്പാട്ട് അവിടെ തകൃതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ കസിൻസിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നായിട്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അതൊക്കെ പറയാൻ ഞാൻ മറന്നുപോയതാണ്. പിന്നെ ഒന്നും വീഡിയോ എടുത്തിട്ടുമില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു. പിന്നെ 2 റെയിലിംഗ് ഫർവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെക്കൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. എനിക്ക് അതിൻ്റെ ഒരു ഉറക്കം വന്ന് ഞാൻ ഉറക്കം തൂങ്ങി ഉറങ്ങിയൊക്കെ ചെയ്തു കുറച്ച് നേരത്തിന്. ഇത്രയുള്ള വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.